ADGP MR അജിത് കുമാർ ശബരിമലയിലേക്ക് നടത്തിയ വിവാദ ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങൾ നേരത്തെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. ADGPയും 2 പേഴ്സണൽ സ്റ്റാഫുകളും ട്രാക്ടറിൽ സഞ്ചരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. നമുക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യം ഒന്ന് കാണാം. ഇതാണ് അതിൻ്റെ സമ്പൂർണ്ണ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അയ്യപ്പൻ സ്വാമി വഴിയുള്ള യാത്രയാണ്. ആ യാത്ര അത്യന്തം ആനന്ദകരമാക്കി മാറ്റി ADGP എന്നേ പറയുന്നു. ADGP നൽകിയ വിശദീകരണം കാലിന് പരിക്കേറ്റത് കൊണ്ട് വേദന വന്നപ്പോൾ ട്രാക്കിൽ കയറിയതാണ്. പക്ഷേ പേഴ്സണൽ സ്റ്റാഫിനെ കൂടി കയറ്റണം. ജിമ്മി ജെയിംസ് ഉണ്ട് നമുക്കപ്പം ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ജിമ്മി ജെയിംസ്, എന്തായാലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ ദേവസ്വം ബെഞ്ചിൽ സമർപ്പിച്ചിരുന്ന തെളിവാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്, നിർണായകമാണ്. അതിൽ അജിത് കുമാർ മാത്രമല്ല, അജിത് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫും ഈ ട്രാക്ടറിൽ യാത്ര ചെയ്തു എന്നതാണ്. വളരെ ഗുരുതരമായ ചട്ടലംഘനമല്ലേ ജിമ്മി ജെയിംസ്? അരുൺ, ആദ്യം നമുക്ക് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ കയറി എന്നായിരുന്നു, പിന്നെ അതൊരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു, പിന്നെ അത് ADGP ആയിരുന്നു, പിന്നെ അത് അജിത് കുമാർ ആകുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ വാർത്ത പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം കോടതിയിൽ ഈ വിഷയം വരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ഇതിൻ്റെ റിപ്പോർട്ട് വരുന്നു. പോലീസ് അവസാനം നടപടിയെടുക്കാൻ നിർബന്ധരാകുന്നു. കാരണം റിപ്പോർട്ട് കോടതിക്കും പോവുകയാണ്. അപ്പോഴും നോക്കൂ, സർക്കാർ ചെയ്തത് വണ്ടി ഓടിച്ച ഡ്രൈവർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. അതിൽ ഡ്രൈവറുടെ പേര് പോലുമില്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ പുറത്തുവിടുന്നു ശബ്ദിക്കുന്ന വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ. അതിൽ അജിത് കുമാറുണ്ട്. അജിത് കുമാറിൻ്റെ കൂടെ ഒന്നല്ല 2 പേർ കൂടിയുണ്ട്. വണ്ടിയിലാകെ 4 പേർ. ഇനിയെങ്കിലും കേസെടുക്കുമോ, ഇനിയെങ്കിലും കേസിൽ അജിത് കുമാറിനെ കൂടി ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതിൽ കൂടുതലൊന്നും മാധ്യമപ്രവർത്തകർക്ക് ചെയ്യാനില്ല. കോടതി വിധിയുടെ നഗ്നമായ ലംഘനം നടത്തി ട്രാക്ടറിൽ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ എന്ന് വെച്ചാൽ തൊണ്ടി സഹിതം പിടിക്കപ്പെട്ട് ഇപ്പോൾ പൊതുസമൂഹത്തിലേക്ക് നമ്മൾ പുറത്തുവിടുകയാണ്. ഇനി പോലീസ് എന്തു പറയും? ഏറ്റവും നിർണായകമായ ചോദ്യമാണ്. മാത്രമല്ല, ഇതിൽ ഗുരുതരമാകുന്നത് ജിമ്മി, ഈ MR അജിത് കുമാർ ശബരിമലയുടെ ഓഫീസർ ഇൻചാർജ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് നിയമം അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, ഈ നിയമങ്ങളൊക്കെ സഹപ്രവർത്തകരോട് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് MR അജിത് കുമാർ. അപ്പോൾ ഈ ട്രാക്ടറിൽ കയറിയത് നിയമം അറിയാതെയല്ല എന്നുള്ളതാണ്. മാത്രമല്ല, പേഴ്സണൽ സ്റ്റാഫിനെ കൂടെ കൂട്ടിയിരിക്കുന്നു. ചട്ടമനുസരിച്ച് ട്രാക്ടറിൽ ഡ്രൈവർക്ക് മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. 2 നിയമങ്ങളാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, മോട്ടോർ വാഹന നിയമം ലംഘിക്കപ്പെട്ടു. ട്രാക്ടർ ഒരു പാസഞ്ചർ വെഹിക്കിൾ അല്ല, അതൊരു ഗുഡ്സ് കാരിയർ മാത്രമാണ്. അപ്പം അത് ലംഘിക്കപ്പെട്ടു. രണ്ടാമത്, ശബരിമലയിൽ ഹൈക്കോടതി ഉത്തരവ് നിലവിലിരിക്കുന്നു, അതും ലംഘിക്കപ്പെട്ടു. പക്ഷേ എന്നിട്ടും നടപടിയില്ല. ഇതല്ലേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ജിമ്മി? അതെ, ചില ഒരു വാചകം പറയുമല്ലോ, ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന് പറയുന്നത് പോലെയാണ്. ഒരു കാരണവശാലും ട്രാക്ടറിൽ ആളുകൾ പോകാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥർ വന്നാൽ അത് വഴിമാറും. നമുക്കിത് അറിയാവുന്നത് അജിത് കുമാർ ആയതുകൊണ്ടും ഈ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞതുകൊണ്ടുമാണ്. ഇങ്ങനെ എത്ര കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാം എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. നഗ്നമായ ലംഘനം, അതൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, എല്ലാം അറിയാവുന്നയാൾ എന്ന് മാത്രമല്ല, ഹൈക്കോടതി ഈ കാര്യത്തിൽ വ്യക്തമായ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അറിഞ്ഞിട്ടും ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്നുള്ള ഒരു ധാർഷ്ട്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതേസമയം അരുൺ, ഒരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത്. ഈ കോടതി ഈ കാര്യങ്ങൾ ഇത്രയും വ്യക്തമായി എടുത്തിട്ടും കോടതിയിൽ പറയാൻ സർക്കാർ കാണിച്ച ധൈര്യം, ഡ്രൈവർക്കെതിരെ കേസെടുത്തു എന്നുള്ളത്, ആ ധൈര്യം അതും നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ. ഇത്രയും ദൃശ്യങ്ങൾ കോടതിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞു, എന്നിട്ടും സർക്കാർ ഡ്രൈവറെ മാത്രം പ്രതിയാക്കിയിരിക്കുന്നു. അതാണ് ഇതിലെ മറ്റൊരു കൗതുകകരമായ കാര്യം. ഡ്രൈവറെ ബലിയാടാക്കി എന്ന് തന്നെ നമ്മൾക്ക് പറയണം. ചില പ്രേക്ഷകർ സംശയം പ്രകടിപ്പിച്ചു, ആ പോകുന്നത് അജിത് കുമാർ ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പ്രേക്ഷകർക്ക് ഒരു പിന്നായം പോലെ ആ വളവ് തിരിഞ്ഞ് പോകുന്നത് കാണാം. അത് പ്രേക്ഷകർ ഉറപ്പിച്ചോളൂ, അത് അജിത് കുമാർ തന്നെയാണ്. അജിത് കുമാറും അജിത് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫുമാണ് പോകുന്നത്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് റോഷി ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്.